കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുടിവെള്ള പദ്ധതി അനാഥമായി കിടക്കുകയാണ്. 14 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ ആനിക്കാട് കുടിവെള്ള പദ്ധതിയാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. മല്ലപ്പള്ളി, ആനിക്കാട്, കോട്ടാങ്ങൽ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് ആരംഭിച്ചതാണ് പദ്ധതി. നിർമ്മാണം പൂർത്തിയാക്കി 14 വർഷങ്ങൾ പിന്നിടുമ്പോഴും പദ്ധതി പ്രവർത്തന സജ്ജമായിട്ടില്ല. മണിമലയാറിനോട് ചേർന്ന് സ്ഥാപിച്ച കെട്ടിടവും യന്ത്രസാമഗ്രികളും കാട് കയറി നശിച്ചു. ഏറ്റവും കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ളത് ആനിക്കാട് പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ മല്ലപ്പള്ളി പഞ്ചായത്ത്, കോട്ടാങ്ങൽ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന വലിയൊരു പദ്ധതിയാണ് ഈ പദ്ധതി. ഇതിന് കമ്മീഷൻ ചെയ്യാനോ അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ ഇവിടുത്തെ MLAയും MP അതിന് പരിശ്രമിക്കുകയോ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ അവർ ഈ പ്രവർത്തനത്തിലേക്ക് ചെയ്യുന്നുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. MLA, MP, പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. പദ്ധതി പ്രവർത്തന സജ്ജമാക്കുന്നതിനായി BJPയും നാട്ടുകാരും പലതവണ അധികൃതരെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ല. കുടിവെള്ളക്ഷാമം പരിഹാരം കാണാതെ തുടരുമ്പോഴാണ് കൺമുന്നിൽ ലക്ഷങ്ങൾ പാഴാക്കിയ പദ്ധതി അനാഥമായി തുടരുന്നത്. ജനം, പത്തനംതിട്ട.